ആലപ്പുഴ അരൂരിൽ ട്രെയിന് കല്ലെറിഞ്ഞ പ്രതിപിടിയിൽ അരൂർ സ്വദേശി സനീഷാണ് പിടിയിലായത്. കല്ലെറിൽ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ എഞ്ചിൻ റൂമിന്റെ ചില്ല് തകർന്നിരുന്നു. ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോയ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ കല്ലേറുണ്ടായി. CCTVകൾ മൂലമായി നടത്തിയ നാട്ടുകാരുടെ സഹകരണത്തോട് നടത്തിയ അന്വേഷണത്തിൽ അവർ കല്ലെറിയുന്നതായി ശ്രദ്ധപ്പെടുകയുണ്ടായി. അപ്പോൾ അതിലൊരാളെ 3-ാം തീയതി അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ രണ്ടാമത്തെ ആളെ ഇന്നലെ വൈകുന്നേരം അരൂരിൽ നിന്നും പിടികൂടുകയുണ്ടായി. മദ്യലഹരിയിലാണെന്ന് പറയുന്നത്, പക്ഷേ അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അമൽ, ഒരാൾ നേരത്തെ പിടിയിലായിരുന്നു, രണ്ടാമനും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇത്തരത്തിൽ ട്രെയിന് നേരെ കല്ലെറിയുന്നതിനുണ്ടായ ഒരു പ്രകോപനം എന്താണ്? ചില സൂചനകൾ മാത്രമേ ഉള്ളെന്നാണല്ലോ പോലീസും പറയുന്നത്. ക്രിസ്റ്റിന, ഏതായാലും ഇവർ കല്ലെറിയാനുണ്ടായ സാഹചര്യം മദ്യലഹരിയിലാണ് തങ്ങളിത് ചെയ്തത് എന്നാണ് ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായ മൊഴി. പക്ഷേ RPS ഏതായാലും ഈ ഒരു മൊഴി വിശ്വസിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഏതായാലും ഇവർ രണ്ടുപേരും ഇപ്പോൾ RPSന്റെ പിടിയിലായിട്ടുണ്ട്. ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ പൈലറ്റ് ഇരിക്കുന്ന ആ ഭാഗത്തിന് നേരെയായിരുന്നു കല്ല് വന്നത്. പൈലറ്റിന്റെ ജീവന് തന്നെ അപകടമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു ഈ രണ്ട് യുവാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. സനീഷ്, ലിജിൻ എന്നീ രണ്ടുപേരെയാണ് ഇപ്പോൾ RPSന്റെ പിടിയിലായിട്ടുള്ളത്. ഇതിൽ സനീഷിനെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. മൂന്നാമത് തന്നെ ലിജിനെ RPF പിടിയിലാക്കിയിരുന്നു. ഏതായാലും ലിജിൻ ഇപ്പോൾ റിമാൻഡിലാണ്. ഇന്നിപ്പോൾ സനീഷിനെയും റിമാൻഡിലാക്കുവാനുള്ള നടപടികളുമായിട്ട് RPF മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സനീഷിനെ കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടി എറണാകുളം സൗത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന്. എന്തായിരുന്നു ഈ ട്രെയിന് കല്ലെറിയാനുള്ള പ്രകോപനം എന്നതിൽ ഇനി കൂടുതൽ അന്വേഷണം വേണ്ടിവരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.